ഓ, നിനക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യം ഞാൻ പറയട്ടെ. ഇവൻ എന്നെ കൊണ്ട് പോകുള്ളെന്ന് തോന്നുന്നു. ഇതൊരു സിനിമയായിട്ട് പോലും കൂട്ടാൻ പറ്റൂല. ഇതൊരു ഷോർട്ട് ഫിലിം ആയിട്ട് കൂട്ടിയാൽ പോലും വൺ ഓഫ് ദ വേഴ്സ്റ്റ് ഷോർട്ട് ഫിലിംസ്. ഈശ്വര, ഇനി എന്ത് ചെയ്യും ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നത്. 1.25 ദൈർഘ്യമുള്ള ഒരു സിനിമ, 1.25 മണിക്കൂർ, ഒരു വലിയ സിനിമയുടെ പകുതി, ഒരു ഇന്റർവെൽ വരെയുള്ള ദൈർഘ്യം. എന്നിട്ട് പോലും 3 അസഹനീയ സിനിമ കണ്ടതിലും ഭീകരമായിരുന്നു ഈ 1.25 ടോർച്ചർ സഹിച്ച് തിയേറ്ററിലിരുന്നത് എന്ന് നീ പറയുന്നല്ലേ? ഞാൻ മാത്രമല്ല, അതുപോലത്തെ പരിപാടി ടെക്നിക്കൽ സൈഡൊന്നും പറയുന്നില്ല. മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ട് BGM ഇട്ടതാ, വേറൊന്നുമില്ല എന്നാണ് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. അളിയനിപ്പോ കണ്ടകശനിയാണ്, അത് കൊണ്ടേ പോകും. വെറുതെ ഇപ്പൊ നമ്മൾ കുറച്ച് ആളുകൾ വെറുതെ അങ്ങോട്ടും കൊണ്ട് സംസാരിക്കാം, റിയൽ ലൈഫിൽ ഇങ്ങനെ അത് ഇങ്ങനെ പറയൂലേ, അത് ഷൂട്ട് ചെയ്തിട്ട് കുറച്ച് ലൈറ്റപ്പും ചെയ്ത് ഷൂട്ട് ചെയ്തിട്ട് BGM ഇട്ട് തിയേറ്ററിൽ പ്രദർശിപ്പിച്ച് എന്താണ് സംഭവിക്കുക? അതാണ് എന്തൊക്കെ ഇതൊരു ഫോറസ്റ്റ് അപരാധം. അതിൽ കുറച്ചൊന്നും പറയാൻ കഴിയില്ല. സിനിമയ്ക്ക് യാതൊരു മൂവ്മെന്റോ എൻഗേജ്മെന്റോ ഒരു വാല്യൂ ഇല്ലാത്തൊരു സിനിമ. എന്തെങ്കിലും ഒരു വാല്യൂ സിനിമയ്ക്ക് വേണ്ടേ? ഒന്നുമില്ലാത്തൊരു സിനിമ. അസഹനി എന്ന് പറഞ്ഞാൽ നല്ല അസൽ ടോർച്ചർ. ഇങ്ങനെ തട്ടിപ്പ് സിനിമ പറഞ്ഞ ഇതാണ് സിനിമ എന്ന് പറഞ്ഞിട്ട് തിയേറ്ററിൽ ഇറക്കുക. ഇതാണ് സാധനം. അതുപോലത്തെ ലോ ബജറ്റ് ഒന്നും പറയാൻ പറ്റൂല. എവിടെന്നോ എങ്ങനെ ഷൂട്ട് ചെയ്ത് ഉണ്ടാക്കിയെടുത്തൊരു സാധനം. കല്യാണം കൂടാൻ പറ്റില്ല. ഞാൻ കൊല്ലും, ഒടിച്ചു മുടക്കി ഞാൻ കുത്തിവെക്കുന്നത് നോക്കിയോ. പിഷാരടിയൊക്കെ വെറുപ്പിക്കൽ പറഞ്ഞാല് എന്താ അവര് സംസാരിക്കുന്നത്? പിഷാരടി അജുവും കൂടി എന്താ കാണിക്കുന്നേ? അങ്ങോട്ടും കൂടി എന്താ അതിന്റെ അവസാനം പാവം ശ്രീനിവാസനൊക്കെ വരുന്നുണ്ട്. വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, ഇങ്ങനെയോ ഒരു സിനിമ സൈജ കുറിപ്പൊക്കെ വല്ലാത്ത ജാതി സിനിമ കേട്ടോ. ഒരുവിധ സിനിമയെ കണ്ടിട്ടുണ്ട്. ഇത് ഇങ്ങനെ ആളുകൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഷൂട്ട് ചെയ്ത് പ്രദർശിപ്പിച്ച ഒരു അപരാധം. എനിക്ക് അത്ര ചിരിയൊന്നും വരുന്നില്ല. പോയിട്ട് വരാം.